ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഫൈനലി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ കോച്ചിനെ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നാളെ മറ്റന്നാൾ ഈ കോച്ച് വരുമെന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ എങ്ങനെയാലും ഫൈനലി അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒഫീഷ്യലി കേരള ബ്ലാസ്റ്റേഴ്സ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റൂമറുകൾ വന്ന പോലെ തന്നെ സ്പാനിഷ് കോച്ചിനെയാണ്. അപ്പോൾ സ്പെയിനിൽ നിന്നും ബാഴ്സലോണക്കാരൻ ഡേവിഡ് കാറ്റല എന്ന പരിശീലകനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനായി ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഒരു 1 ഇയർ കോൺട്രാക്റ്റിലാണ് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പുള്ളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 44 വയസ്സുകാരനാണ്. UEFA Pro ലൈസൻസ്ഡ് കോച്ചാണ്. അപ്പോൾ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ വലിയ എക്സ്പീരിയൻസ് ഒന്നും പറയാനില്ല, അങ്ങനെ ടോപ്പ് നോച്ച് കോച്ചൊന്നുമല്ല ഇദ്ദേഹം. പിന്നെ കിരീടമൊക്കെ എടുത്തിട്ടുണ്ടോ ചോദിച്ചാൽ ഒരു ട്രോഫി എടുത്തിട്ടുണ്ട്. 2022-23 സീസണിൽ ലിമാസോളിനൊപ്പം ഒരു ട്രോഫി അടിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഒരു ജസ്റ്റ് നിലവിൽ ഇപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന രീതിയിൽ സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയപ്പോൾ മാനേജർ കരിയറൊക്കെ നോക്കിയപ്പോൾ അങ്ങനെ അധികം ക്ലബ്ബുകളൊന്നും പരിശീലിപ്പിച്ചിട്ടില്ല. ഇപ്പോൾ ആദ്യം തന്നെ ഒരു യൂത്ത് ടീമിൻ്റെ കോച്ചായിട്ട് AEK ലാർനാക്ക എന്ന് പറഞ്ഞ ടീമിൻ്റെ യൂത്ത് കോച്ചായിട്ട് തുടങ്ങി. പിന്നെ അവിടെ നിന്ന് അവരുടെ മെയിൻ മാനേജറായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷമാണ് അപ്പോളോ ലിമാസോളിലെത്തിയത്. അവിടെ നിന്ന് NK ഇസ്ട്ര എന്ന് പറഞ്ഞ മറ്റൊരു ക്ലബ്ബിലെത്തി. പിന്നെ ലാസ്റ്റ് ഇപ്പോൾ CE സബാഡൽ എന്ന് പറഞ്ഞുള്ളൊരു ക്ലബ്ബിൽ വേണ്ടിയാണ് അവിടെ 20ഓളം മത്സരങ്ങൾ ലാസ്റ്റ് സീസണിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ 20 മത്സരങ്ങളിൽ നിന്ന് 8 വിജയം, 8 ഡ്രോ, 4 തോൽവി. അതിനായിരുന്നു ഒരു സ്റ്റാറ്റ്സും കാര്യങ്ങളും 1.60 എന്നൊക്കെ റൈറ്റിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സിറ്റുവേഷനിൽ നിന്നാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലനമായിട്ട് വരുന്നത്. എന്തായാലും കൂടുതലൊന്നും നോക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന രീതിയിൽ പറയുകയാണ്. എന്തായാലും നിങ്ങളൊരു ഒപ്പീനിയൻ ഈ കോച്ചുമായി ബന്ധപ്പെട്ട് എന്തായാലും അഭിപ്രായം പറയുകയാണ്. സൂപ്പർ കപ്പിൽ ഇദ്ദേഹമായിരുന്നു നമ്മളെ ടീമിനെ പരിശീലിപ്പിക്കുക. അപ്പോൾ സൂപ്പർ കപ്പിൽ തന്നെ വലിയ ഇമ്പാക്റ്റ് ഒന്നും കൊണ്ടുവരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എന്തായാലും സൂപ്പർ കപ്പിൽ ഒരു പരീക്ഷണം പോലെ തന്നെ ആയിരിക്കും ഈ കോച്ചിൻ്റെ കീഴിൽ. എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കുമോ എന്നുള്ളതൊക്കെ കണ്ട് തന്നെ അറിയാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയുള്ളൂ. നെക്സ്റ്റ് വീഡിയോയുടെ വീണ്ടും കാണാൻ. ബൈ.